ഹായ്, ഞാൻ ശരണ്യ. ഞാനിവിടെ ട്യൂട്ടറിൽ ജോയിൻ ചെയ്തത് എൻ്റെ IQN മുതലായിരുന്നു. ഫ്രം ദ വെരി ബേസിക് ഇറ്റ് സെൽഫ് IQNലെ മിനു മാം ആയിരുന്നു ക്ലാസ് തന്നിരുന്നത്. അത് ആ ഒരു 14 ഡേയ്സിൽ നമുക്ക് എല്ലാം തന്നെ നമുക്ക് എന്താ പറയുക മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും ട്യൂട്ടറിലെ ഓരോ സ്റ്റാഫും അവരുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അസൈൻ ചെയ്തിരുന്നത് അഖിൽ എന്ന് പറഞ്ഞൊരു ആളായിരുന്നു. എപ്പോഴും നമ്മൾ എപ്പോഴൊക്കെ ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യും. ഈവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു റെസ്പോൺസ് തരുമായിരുന്നു. സോ താങ്ക് യു അഖിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ യു. ആൻഡ് അതിനുശേഷം ഇവിടെ ഓസ്കിക്ക് വരാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓരോ കാര്യത്തിന് ലീന മാം, അതുപോലെ തന്നെ പ്രിയ മാം, ഓരോരുത്തരോടും നമ്മൾ എന്താവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും നമുക്ക് ഒന്നിനും ഒരു ഡിലേ ഉണ്ടായിരുന്നില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം കമ്മിങ് ടു ന്യൂസിലാൻഡ്. പക്ഷേ ഈവൻ ദോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ വന്നു ടിനു ഇമ്മീഡിയറ്റ്ലി അറേഞ്ച് ചെയ്ത് തന്നു. ഇവിടെ ഹോസ്റ്റലിൽ വരാൻ പറ്റി. ഇവിടെ ആണെങ്കിലും 24/7 നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ക്ലാസ്സസ് ഇറ്റ്സ് റിയലി ഓസം. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഇവിടുത്തെ ക്ലാസ്. ക്രിസ്റ്റഫർ സാറ്, ജീന മാം, ബാക്കിയുള്ള മെൻറ്റേഴ്സ് എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. സോ നമുക്കിത് എന്താണെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ക്ലാസ്സസ് എങ്ങനെയാണ്, അത് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് പോലും ശരിക്കും അറിയത്തില്ലായിരുന്നു. കുറച്ച് ലാംഗ്വേജ് മാത്രം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ഐഡിയ കിട്ടിയത്. സോ നമുക്ക് അത്രയും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പിന്നെ നന്നായിട്ടൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമായിരുന്നു. മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് ഈവൻ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും ഫ്രീ ടൈമിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ്, റിയലി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ മോക്ക് ടെസ്റ്റ്. എന്താ പറയുക, നമുക്ക് ടെൻഷനുണ്ട്, ഓഫ് കോഴ്സ് നമുക്ക് ടെൻഷൻ കാണും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആണ്. നമ്മൾ റിയൽ സിനാരിയോയിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു ഇവിടുത്തെ മോക്ക് ടെസ്റ്റും. സോ ദോസ് ആർ planning to come to New Zealand, I really am suggesting you to come to Tutel because this is the good destination for you people. So thank you Tutel, thank you Christopher sir, Jeena ma'am, and for all the mentors also. Thank you so much.